അടുത്ത വർഷം 7 സംസ്ഥാനങ്ങളില് ഇലക്ഷൻ വരികയാണ്. അടുത്ത മാസം മന്ത്രിസഭയില് അല്ലെ മാറ്റം വരികയാണ്. അപ്പോ BJPക്ക് വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കണക്കുകൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ 3 MLA മാർ അവർ വിചാരിച്ചതുപോലെ തന്നെ എത്തിയിട്ടുണ്ട്. 3-ൽ കൂടുതൽ പറഞ്ഞു. അത് സ്വാഭാവികമായും ഏതൊരു കക്ഷിയും അങ്ങനെ പറയുള്ളൂ. ഒന്നും കിട്ടാത്തതിനേക്കാൾ നല്ലതാണ്. അതുമല്ല അവർക്ക് പടിപടിയായിട്ടാണ് അവരുടെ ഒരു ഗ്രോത്ത് വരുന്നത്. അപ്പൊ അവരെ ചെറുതായിട്ട് കളയാൻ സാധിക്കില്ല, ചെറുതാക്കി മാറ്റി നിർത്താൻ കഴിയില്ല. ഇത്തവണത്തെ പോരാട്ടം എന്ന ത്രികോണ പോരാട്ടം തന്നെയായിരുന്നു നിയമസഭയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ MLA ആയിട്ട് വന്നിരിക്കുന്നതും BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് ഇനിയിപ്പോ രാജീവ് ചന്ദ്രശേഖർജിക്ക് കാര്യമായിട്ട് ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സാധിക്കും. കാരണം മന്ത്രിസഭയിലെ ഒരു മാറ്റം, ഇനി വരാനുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടത്തണം. കാരണം ഓരോരോ ദിവസവും ഇവർക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് ഓരോ മുന്നണിക്കും അങ്ങനെയാണ്. അപ്പോൾ മാത്രമല്ല 7 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ വരുന്നു. ഇതിലെല്ലാം വരുമ്പോൾ BJPയിൽ ഇനി സമൂലമായിട്ടൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരളത്തിലെ 2-നും 15-നും ഇടയ്ക്ക് സീറ്റ് എന്നുള്ളതായിരുന്നു എല്ലാ പ്രവാചകന്മാരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു 2 കഴിഞ്ഞുള്ള ഒരു സംഖ്യ അവർക്ക് കിട്ടിയിട്ടുണ്ട്. 3 സീറ്റുകൾ. 3 സീറ്റുകളെ കിട്ടിയിട്ടുള്ളൂ എങ്കിലും അതൊരു വൻ വിജയം തന്നെയാണ്. കാരണം ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും ശക്തമായിട്ട് വടിവാളും കഠാരകളും ഊരിപ്പിടിച്ച കത്തികളും ഒക്കെയായിട്ട് നിൽക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാണ് ഈ 3 സീറ്റുകളിലേക്ക്, 2 ജില്ലകളിൽ നിന്നും 3 സീറ്റുകളിലേക്ക് ഈ പ്രാവശ്യം അവർ കുതിച്ചെത്തിയത്. നേരത്തെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായും അമ്പരപ്പിച്ചുകൊണ്ടും കൊല്ലം ജില്ലയിൽ നിന്നുകൂടി ഒരു സീറ്റ് സമ്പാദിച്ചുകൊണ്ട്, ആരും പ്രതീക്ഷിക്കാത്തതും പ്രവചിക്കാത്തതുമായിട്ടുള്ള ഒരു സീറ്റ് സമ്പാദിച്ചുകൊണ്ട് അവർ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. ഈ 3 ഉള്ളൂ എങ്കിലും കനൽ ഒരു തരി മതി എന്ന് പറയുന്നത് ഇവരുടെ കാര്യത്തിൽ സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതുപോലെ കോൺഗ്രസും LDFുമായിട്ടും ചില തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ അവരെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ്. ഇപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചൊറിയുന്ന ഒരു നിലയിലാണ് അവരിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. ആ ദേശീയ വിഷയങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ, ഹിന്ദുത്വത്തെ, BJPയെ, സംഘപരിവാറിനെ എല്ലാം എതിർക്കുന്നതാണ് ഈ 2 മുന്നണികളുടെയും മുഖ്യ അജണ്ട. അപ്പോൾ ഇവിടെ ശരിയായിട്ടും ദേശവിരുദ്ധമായ ശക്തികൾക്കെതിരെ, ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഭീഷണികൾക്കെതിരെ സംസാരിക്കുക എന്നുള്ള ദൗത്യം ഈ 3 പേരിലൂടെയായിരിക്കും നിയമസഭയിൽ സംഭവിക്കുക. അതിൻ്റെ അർത്ഥം ഏകപക്ഷീയമായിട്ടുള്ള പ്രമേയങ്ങൾ ഐകകണ്ഠ്യേന ഇനി കേന്ദ്രവിരുദ്ധമായിട്ട് കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുന്ന പരിപാടി ഇവിടെ അവസാനിക്കാൻ പോകും. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. തീർച്ചയായിട്ടും നിയമസഭാ കക്ഷിയുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കുമെന്നതുകൊണ്ട് അദ്ദേഹത്തില് പ്രതിപക്ഷ നേതാവെന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള പദവിയിൽ വമ്പിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഉണ്ടാവുക. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഹാർഡ് വർക്കും ഗ്രഹപാഠവും അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം തന്നെ പാർട്ടിക്ക് സംഘടനാ ശക്തിയുണ്ട്. ആ സംഘടനാ ശക്തിയെ വളരെ ബുദ്ധിപൂർവം ചാനലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരാവശ്യമുണ്ട്. കേരളത്തിലാണ് RSSന്റെ ശാഖകൾ ഏറ്റവും അധികം ഉള്ളത്. ആ RSS ശാഖകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ ഒരാൾ വേണം. രാജീവ് ചന്ദ്രശേഖർ വാസ്തവത്തിൽ RSSന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല. അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ കേരളത്തിൽ നമുക്ക് വേറൊരു നേതാവിനെ കണ്ടുപിടിക്കണം. ആ നേതാവെന്ന് പറഞ്ഞ പലരും ഇപ്പോൾ നല്ല നേതാക്കളുണ്ട്. അവരെല്ലാം പക്ഷേ ഒരു കാലത്ത് പാർട്ടി പ്രസിഡൻ്റായിട്ട് ഇരുന്നവരാണ്. ഈ പ്രാവശ്യം ഇവരെല്ലാം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തവരാണ്. മത്സരിക്കാത്ത ഒരാളെന്ന് പറഞ്ഞാൽ MT രമേശാണ്, അല്ലേ? MT രമേശാണ് ഈ കുറി മത്സരിക്കാതെ മാറി നിന്ന്. തന്നെയുമല്ല, ഇപ്പോൾ പ്രസ്താവനകൾ പാർട്ടിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് MT രമേശാണ്. മിക്കവാറും എൻ്റെ ഒരു ഊഹം MT രമേശ് തന്നെയായിരിക്കും അടുത്ത ഊഴത്തിൽ പ്രസിഡന്റിൻ്റെ ചുമതലയിൽ, പാർട്ടിയെ നയിക്കുക എന്നുള്ള ചുമതലയിൽ വരുക. ഈ MT രമേശാണ് RSS വൃത്തങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന
അതുപോലെ തന്നെ വളരെ സൗമ്യമായിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള ഒരു BJP നേതാവും. വളരെ റഫായിട്ട് ഒരിക്കലും സംസാരിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വീഴാൻ സാധ്യതയുണ്ട്. ഇനി അത് കേരളത്തിൻ്റെ കാര്യം. തൊട്ടടുത്തുള്ള നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വലിയൊരു അക്കിടി BJPക്ക് പറ്റിയെന്ന് പറയാതിരിക്കാൻ വയ്യ. അവർ ഈ അണ്ണാമലൈ എന്ന് പറയുന്ന അതിശക്തനായിട്ടുള്ള ദേശീയ നേതൃത്വത്തിന് വരെ വലിയൊരു നിധിയാകാവുമായിരുന്ന ആളിനെ വെച്ചുകൊണ്ടാണ് പയറ്റ് നടത്തിയതല്ല. അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു AIADMK ആയിട്ട് ഒരു സഖ്യവും പാടില്ല, അഴിമതി പാർട്ടിയാണെന്ന്. അതുകൂടാതെ ആ സഖ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറി നിന്നോളാന്ന് പറഞ്ഞ് അദ്ദേഹം മാറി അങ്ങ് നിന്നു. കാരണം അഴിമതിക്കാരുമായിട്ട് അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്, സത്യസന്ധനായിട്ട്. കരുണാനിധി കുടുംബത്തിൻ്റെ മുഴുവൻ അഴിമതികളും പുറത്തു കൊണ്ടുവന്ന് തമിഴ്നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചു. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് DMKയുടെ തോൽവിയിൽ, DMKയുടെ നേതാവായിട്ടുള്ള സ്റ്റാലിൻ്റെ തന്നെ തോൽവിയിൽ. അതുപോലെ തിരുപ്പഴി കുണ്ട്രം എന്ന പ്രദേശത്ത് അവിടെ കാർത്തിക വിളക്ക് തെളിക്കാൻ അനുവദിക്കാതിരുന്നതിന് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം തന്നെ നടത്തി. അത്ര ശക്തനായിട്ടുള്ള ഒരു നേതാവ് ആ ശക്തമായ പ്രതിഷേധം ചലനങ്ങളും തരംഗങ്ങളും തമിഴ്നാട്ടിലുണ്ടാക്കി. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് കരുണാനിധിയുടെ മകൻ അവിടെ വീണത്, ദ്രാവിഡ രാഷ്ട്രീയം അവിടെ വീണത്. പക്ഷേ ഇതിൻ്റെ സത്ഫലം ദ്രാവിഡ പാർട്ടി അല്ലാത്ത BJPക്കല്ല കിട്ടിയത്, ദ്രാവിഡ പാർട്ടി അല്ലാത്ത TVKയുടെ കക്ഷികൾക്കാണ് കിട്ടിയത്. കേരളത്തിൽ ശബരിമല യുവതി പ്രവേശന കാലത്തിന് ശേഷം അതിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ UDFന് കിട്ടുകയും BJPക്ക് കിട്ടാതിരിക്കുകയും ചെയ്തതുപോലെ സംഭവം. അപ്പോൾ അവിടെ ഒരൊറ്റ MLA മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഈ പ്രാവശ്യം. നയിനാർ നാഗേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ അണ്ണാമലയ്ക്ക് പകരം കൊണ്ടുവന്നു. ഈ അണ്ണാമലയിൽ ഇരുന്നപ്പോഴും ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയപ്പോഴും അത്രയും കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഈ അണ്ണാമലൈ മിക്കവാറും ഒന്നുകിൽ തമിഴ്നാട്ടിൽ വീണ്ടും നേതൃത്വത്തിൽ വരും, അല്ലെങ്കിൽ അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ വളരെ ഭദ്രമായിട്ടുള്ള വളരെ അധികാരങ്ങളുള്ള ഒരു മന്ത്രിപദത്തിലിരിക്കും. കാരണം തമിഴ്നാടെന്ന് പറഞ്ഞാൽ ബംഗാൾ കഴിഞ്ഞാൽ അവരുടെ അടുത്ത സ്വപ്നമാണ്. ആരുടെ? BJPയുടെ. അതിന് തക്ക മാറ്റങ്ങൾ വരുത്തും. ഈ മാറ്റങ്ങളെല്ലാം നേരത്തെ തന്നെ ആലോചിച്ചിരുന്നതാണ്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ ജൂൺ 15 വരെ എന്ന് പറയുന്ന അധിക് മാസം. അധിക് മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കളുടെയും കാലഗണന എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടേതുപോലെ തന്നെ ചന്ദ്രമാസം അനുസരിച്ചാണ്, ചന്ദ്രമാസമാണ്. ആ ചന്ദ്രമാസത്തിലെ കണക്ക് വരുമ്പോൾ ഒരു മാസത്തിൻ്റെ 30 ദിവസം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കണക്ക് ശരിയാവൂ, 360 ദിവസം. അതിനുവേണ്ടി അധികമായിട്ട് 2.5-3 വർഷം കൂടുമ്പോൾ അധിക മാസം നിശ്ചയിക്കും. ലീപ്പ് ഇയർ എന്ന് പറയുന്ന പോലെ ഫെബ്രുവരിക്ക് ദിവസങ്ങൾ മാറുന്ന പോലെ സംഭവമാണ്. അത്രയേ ഉള്ളൂ. അത് വിഷ്ണുവിൻ്റെ മാസമായിട്ടാണ് അവരുടെ വിശ്വാസം. അത് കഴിഞ്ഞതിന് ശേഷം ഈ മാറ്റങ്ങൾ വരും എന്ന് മാത്രമല്ല, വേറൊരു തരത്തിൽ നോക്കുമ്പോൾ നിതിൻ നബിൻ പുതിയ പ്രസിഡന്റായിട്ട് വന്നു. BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ്. അദ്ദേഹം വന്ന ശേഷം സ്വപ്ന തുല്യമായ വിജയങ്ങളാണ് ബീഹാറിൽ, ബംഗാളിൽ, കേരളത്തിൽ ആദ്യമായിട്ട് 3 സീറ്റ് കിട്ടുന്നു. ഇതൊക്കെ പറയാം. എങ്കിലും അദ്ദേഹത്തിന് ഇതുവരെ പുതിയൊരു ടീം വന്നിട്ടില്ല. പ്രസിഡന്റ് മാറിയാൽ പ്രസിഡന്റിനെ അറിയാവുന്ന, അദ്ദേഹത്തെ അതേപടി അനുസരിക്കുന്ന ഒരു ടീം വേണം. അങ്ങനല്ലേ ഐക്യത്തോട് പൊരുതിയെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഫുട്ബോളിലായാലും ജയിക്കാൻ പറ്റൂ. ടീം, അതിനാണല്ലോ നമ്മൾ ടീം പറയുന്നത്. ടീം സ്പിരിറ്റ് വേണം. അപ്പോൾ അതിന് പറ്റിയ നേതാക്കന്മാരെ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടണം. അങ്ങനെ വരുമ്പോൾ മന്ത്രിസഭയിലായാലും സംഘടനയിലായാലും നമ്മൾ ഈ പറഞ്ഞ 7 സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, വലിയ സ്റ്റേക്കുള്ള സംസ്ഥാനങ്ങളാണ്. ഇതിൽ 2 പിടിച്ചെടുക്കണം കോൺഗ്രസിൽ നിന്ന്. അപ്പോൾ അതിശക്തമായിട്ട് ഫൈറ്റ് നയിക്കാൻ പറ്റിയ ഒരു ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഒരു മന്ത്രിസഭയും വേണം. അതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ക്യാബിനറ്റ് മീറ്റിംഗ് ആയിരുന്നില്ല. ക്യാബിനറ്റ് മീറ്റിങ്ങിൽ ക്യാബിനറ്റ് മന്ത്രിമാർ മാത്രമേ പങ്കെടുക്കൂ. ഇവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മുഴുവൻ NDAയിൽപ്പെട്ട എല്ലാ കക്ഷികളുടെയും മിനിസ്റ്റർമാർ അതിൽ പങ്കെടുത്തു. അവിടെ വെച്ച് നമ്മളുടെ പുരോഗതി 2047 പുരോഗതിയിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതിനുള്ള വർക്ക് എവിടം വരെ എത്തി എന്നുള്ള ചോദ്യം. അപ്പോൾ ഓരോ മിനിസ്ട്രിയും അതിൻ്റെ പെർഫോമൻസ് ഓഡിറ്റ് അവിടെ ചോദിച്ചു. ചോദ്യത്തിൻ്റെ അടുത്തു പരാജയപ്പെട്ടവരെ സംഘടനയിലേക്ക് മാറ്റും, സംഘടനയിൽ നിന്ന് പ്രതീക്ഷയുള്ളവരെ ഈ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് കൊടുക്കും. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളും അതിൻ്റെ ലിസ്റ്റും എല്ലാം തയ്യാറായിരിപ്പുണ്ട്. ആരെന്ന് നമ്മളിപ്പോഴേ അറിയില്ല, പക്ഷേ അടുത്ത മാസം നമ്മളതറിയും. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കേരളത്തിലും മാറ്റങ്ങൾ വരുന്നു. പിന്നെ ഈ സംസ്ഥാനങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിൻ്റെ മുഖ്യ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെയാണ്. വളരെ ചാതുര്യത്തോടെ അത് നിർവഹിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ
സംസ്ഥാനങ്ങൾ പിടിക്കുമ്പോൾ 2 സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടി കൂടുകയാണ് BJPക്ക് ഉണ്ടാവുക. ആ തരത്തിലൊരു വലിയ കാലിബ്രേറ്റഡ് ആക്ഷൻ പ്ലാൻ അവർക്കുണ്ട്. ഇതിൻ്റെ ജൂൺ 15 കഴിഞ്ഞാൽ ഈ റീജിഗിൻ്റെ ഫലം എന്താണെന്നുള്ളത് നമുക്കറിയാം. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്ന് കൂടുതൽ പ്രാതിനിധ്യം, കേരളത്തിൽ ഈ BJP അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് സജ്ജമാക്കി മുഖ്യ പ്രതിപക്ഷമാക്കാനുള്ള ഒരു സജ്ജീകരണം ആ തരത്തിലൊരു റീജിഗിൻ്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാവുമെന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അതുപോലെ തന്നെ തിരുപ്പഴിക്കുണ്ട്രം അതുപോലെയുള്ള വികാരങ്ങൾ ആളിക്കത്തിക്കാൻ പറ്റിയ ഒരു നേതൃത്വം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം TVKയുടെ പാർട്ടിയെ നേരിടുക എന്ന് പറഞ്ഞാൽ അത്ര സാധ്യമുള്ള കാര്യമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര മനുഷ്യ വിഭവശേഷി മന്ത്രിയുടെ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു അദ്ദേഹം ആ മന്ത്രിസ്ഥാനത്ത് ഇനി ഉണ്ടാവില്ല. കോവിഡ് കാലത്തും ഇതുപോലെയായിരുന്നു. ആ ഭരണത്തിലിരുന്ന മന്ത്രിയെ മാറ്റിയിട്ട് ഹർഷവർദ്ധൻ എന്നെ മാറ്റിയിട്ട് പുതിയ മന്ത്രി അന്ന് ചുമതലപ്പെടുത്തി. എന്താ കാര്യം? അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നമ്മുടെ കേരളത്തിലെ ശസ്ത്രക്രിയകൾ പഞ്ഞിയും പിന്നെ അതുപോലെ കത്രികയും ഫോഴ്സപ്സും ഒക്കെ കടന്ന പോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഈ നമ്മുടെ പിണറായി വിജയനെ പോലെ ആ തെറ്റ് ചെയ്ത മന്ത്രിയെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയില്ല, മാറ്റിയിരിക്കും. കൃത്യമായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ സംഘടനയുടെ ചുമതലയിലേക്ക് പോകേണ്ടി വരും. പുതിയ മനുഷ്യ വിഭവശേഷി മന്ത്രി വരും. കാരണം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷകൾ പണ്ടും ഇതുപോലെ പാളിയിട്ടുണ്ട് കോൺഗ്രസ് കാലത്തുമെങ്കിലും അങ്ങനൊരു പഴുതുണ്ടാക്കാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നില്ല. തന്നെയല്ല, ഒരുപാട് കുട്ടികൾക്ക് അതിൻ്റെ കുഴപ്പമുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി നിലവിൽ വരാൻ പോകുന്നത്. വളരെ സീരിയസ് ആയിട്ട് അവർ കാണുന്നത്. പിന്നെ അതുകൂടാതെ സുപ്രീം കോടതി ശാസിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഈ കാര്യത്തിൽ. നിങ്ങൾ ഇതുവരെ പഠിച്ചില്ലേ, ചുവരെ പരീക്ഷ നടത്താമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി അതാണ് ഫിക്സ് ചെയ്യും. ആ അക്കൗണ്ടബിലിറ്റി വരുന്നത് അദ്ദേഹം നേരിട്ട് ഉത്തരവാദി അല്ലെങ്കിലും ആരിലാണ് വരുന്നത് ധർമ്മേന്ദ്ര പ്രധാനിലാണ്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട മാറ്റം വരുമെന്ന് വിചാരിച്ച് അദ്ദേഹം പിണങ്ങിപ്പോവുകയൊന്നുമല്ല. അദ്ദേഹത്തിന് സ്വീകാര്യമായിട്ടുള്ള സംഘടനാ ചുമതലകൾ അദ്ദേഹത്തിന് നടത്തും. നല്ലൊരു ഓർഗനൈസറുമാണ് അദ്ദേഹം ഒറീസ മുഖ്യമന്ത്രിയാവുമെന്നും ഒക്കെ പറഞ്ഞ് കേട്ടിരുന്നതാണ്. എന്തായാലും ശരി, അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ, ഒരു വലിയ അഴിച്ചുപണി മൊത്തത്തിൽ ഈ മന്ത്രിസഭയിൽ നടക്കാൻ പോവാണ്. അത് കേരളത്തിലെ BJPയിലും അത് ബാധകം തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇത് റീജിഗ് എന്നാണ് പറയുന്നത്, റിഷഫിൾ എന്ന്.